ഹരി കാരണമാണ് ശ്രുതിയുടെ കല്യാണം മുടങ്ങിയതെങ്കിൽ അതിന് പരിഹാരം കാണണമെന്ന് അച്യുതൻ ഹരിയോട്. മകളുടെ കല്യാണം മുടങ്ങിയ വിഷമത്തിൽ സതിയമ്മ. അമ്മയെ സമാധാനിപ്പിക്കുന്ന ശ്രുതി. 2 ദിവസമായി എവിടെയായിരുന്നുവെന്ന് സുമിത്ര മനീഷിനോട്. അലമാരിയിൽ വെച്ച 2 ലക്ഷത്തെപ്പറ്റി മനീഷിനോട് സുമിത്ര. യാതൊന്നും അറിയില്ല എന്ന രീതിയിൽ കൈമലർത്തുന്ന മനീഷ്. ഹരിയും അച്ഛനും അമ്മാവനും സതിയമ്മയുടെ വീട്ടിലെത്തുന്നു. ശ്രുതിയുടെ വിവാഹം മുടങ്ങിയതിനെപ്പറ്റി സംസാരിക്കുന്ന ഹരി. ഇനി തുടർന്ന് കാണുക. ശ്രുതി ഇനി എന്തിനാ അയാളെ വിളിക്കുന്നത്? ഒരു കൺഗ്രാജുലേഷൻ പറയാൻ, കൂടാതെ ഒരു താങ്ക്സും പറയണമെന്നുണ്ടായിരുന്നു. ഉചിതമായൊരു തീരുമാനം എടുത്തതിനാ കൺഗ്രാജുലേഷൻ. പേരുദോഷമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ലേ, അഭിനന്ദിക്കണം. താങ്ക്സ് പറയുന്നത് എന്നെ രക്ഷിച്ചതിന്. നേരെ ചൊവ്വേ അയാൾ എന്നോട് സംസാരിച്ചിട്ട് പോലുമില്ല. പെണ്ണ് കാണാൻ വന്നപ്പോ ആകെ 2 കാര്യങ്ങളെ ചോദിച്ചത്. ഒന്ന് എന്റെ പേര്, പിന്നത്തെ ചോദ്യം എന്തായിരുന്നെന്നോ, ഋത്തിക് റോഷനെയാണോ ഷാറൂഖ് ഖാനെയാണോ എനിക്കിഷ്ടമെന്ന്. അതിനുള്ള എന്റെ മറുപടിയിൽ ഇഷ്ടനൊന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞതേ ഇന്ദ്രൻസിനെയാണ് എനിക്കിഷ്ടമെന്നാ. എന്നിട്ട് ആ പാർട്ടി എന്തോ ഗോസിപ്പ് കേട്ടപ്പോ കല്യാണത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. നന്ദി പറയണം. കാരണം അയാളെ കെട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ. മനസ്സിന് ചാഞ്ചാട്ടുള്ളവര് ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും. പിന്നെ അതൊരു പ്രശ്നമാവും. എന്തായാലും എഞ്ചിനീയർ സാറിനെ വിളിക്കുന്നില്ല. എനിക്ക് വിളിക്കാനുള്ള മിനിമം യോഗ്യത പോലും അയാൾക്കില്ല മാഷെ. മാഷിനോടും നല്ലൊരു താങ്ക്സ് പറയാവുന്നതാ. നട്ടലില്ലാത്ത എഞ്ചിനീയർ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ മാഷിന്റെ പേരല്ലേ കാരണമായത്. പളനി കേട്ട് ഈ കറുത്തമ്മയുടെ കഥയിലെ പരീക്കുട്ടി മാഷല്ലേ? എങ്ങനെയുണ്ട് എന്റെ ഉദാഹരണം? മതി മതി ശ്രുതി, ഇത് പെസിമിസമാണ്. സ്വയം നോവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന പരിപാടി. മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്ന സാഡിസത്തെക്കാളും ഭേദമല്ലേ? ഞാൻ സാഡിസ്റ്റാണെന്നാണോ? അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. സ്വയം അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. തന്റെ മനസ്സിലിപ്പോ കൊടുങ്കാറ്റെന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് തെളിഞ്ഞ മാനം പോലെയല്ലെന്ന് എനിക്കും തനിക്കും അറിയാം. ഒരു കല്യാണം മുടങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്താണെന്ന് എനിക്കറിയാം. ഞാനത് അനുഭവിച്ചിട്ടുമുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാലും ആളുകൾ വിടില്ല. സഹതാപത്തിന്റെ നോട്ടങ്ങള്, നെടുവീർപ്പ്, വിധി എന്നൊരു ആത്മഗതം ഹൊറിബിളാണ്. എനിക്ക് ആ പ്രശ്നവുമില്ല. കാരണം എന്താണെന്നോ, ഞാൻ പുറത്തേക്ക് നോക്കുന്നില്ല, ഒന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. എത്ര സമയത്തേക്ക്, അല്ലെങ്കിൽ എത്ര നാളത്തേക്ക് അങ്ങനെ ഈ വീടിനുള്ളിൽ കഴിയും? പുറത്തേക്കുള്ള കാഴ്ചയും കേൾവിയും വേണ്ടെന്ന് വെക്കാം. നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോഴോ, തന്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോഴോ എന്ത് മറുപടി പറയും? എങ്ങോട്ട് ഓടി ഒളിക്കും? എന്നെ കണ്ടിട്ട് ഒരു മരണവര് അറിഞ്ഞിട്ട് വന്ന പോലെ ഉണ്ടെന്ന് ശ്രുതി പറഞ്ഞു. അത് ശരിയല്ല. ഞാൻ വന്നിരിക്കുന്നത് ജീവിതം അന്വേഷിച്ചാണ്. നമ്മൾ ഒരുമിച്ചുള്ളൊരു ജീവിതം. മുഖവുര കൂടാതെ തന്നെ പറയാം, ക്ഷണിക്കുകയാണ് ശ്രുതിയെ എന്റെ ജീവിതത്തിലേക്ക്. മാഷേ,
അച്ഛൻ എപ്പോഴും പറയും ജീവിതത്തിൽ വാശി വേണമെന്ന്. എനിക്കില്ലാതെ പോയതും അതാ. പക്ഷേ ഇപ്പൊ ചെറിയ വാശിയൊക്കെ തോന്നുന്നു. അത് വെച്ചൊഴിഞ്ഞു പോയ കമ്പ്യൂട്ടർ എഞ്ചിനീയറോടല്ല, ആരോടും വല്ലാത്തൊരു വാശി. പകരം വീട്ടിലെന്ന പോലെ നാളെ വേണമെങ്കിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ കല്യാണം നടത്താം. അത് പക്ഷെ വേണ്ട, എന്തോ ഒരു ചീപ്നെസ് ഉണ്ട്. മറ്റൊരു ദിവസമാവാം, അത് വീട്ടുകാർക്ക് വിടാം. അച്ഛനും അമ്മാവനും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, താഴെയുണ്ടവര്. അമ്മ വന്നിട്ടില്ലെങ്കിലും 5 മിനിറ്റ് ഇടവിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ടാവും വിവരം അറിയാൻ. അമ്മയ്ക്ക് നേരിട്ട് വരാനൊരു വിഷമം. മാഷ് ഇത്രയും വാചാലനായി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ബോറായോ ഞാൻ? ഇല്ല, ഇഷ്ടായി. ഒരുപാട് തവണ ഞാൻ കേൾക്കാൻ കൊതിച്ച കാര്യ മാഷിപ്പോ പറഞ്ഞത്. സന്തോഷമുണ്ട്, നല്ല മനസ്സിന് നന്ദി. രേണുകാന്റെയും അങ്കിളിനെയും മാഷിന്റെ അമ്മാവനെയും എനിക്കിഷ്ടാ. ശ്രുതിയെ അവർക്കും ഇഷ്ടമാണ്. അമ്മ ഒരു പക്ഷേ എന്നെക്കാളും ശ്രുതിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെ പിണക്കുന്നത് ശരിയല്ല. എന്നാലും പറയാനുള്ളത് പറയണമല്ലോ. രേണുകാന്റെയും മറ്റും നിരാശപ്പെടുത്തുന്നതിൽ വിഷമമുണ്ട് എനിക്ക്. മാഷേ, നമ്മുടെ കല്യാണം നടക്കില്ല. മാഷിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചത് സ്നേഹമാ. പക്ഷേ ഇപ്പൊ എനിക്ക് തന്ന വാഗ്ദാനം അത് സ്നേഹത്തിൽ നിന്നല്ല, സഹതാപത്തിൽ നിന്നുണ്ടായതാ. എന്റെ കല്യാണം മുടങ്ങുന്നതിന്റെ പേരിലുള്ള പ്രായശ്ചിത്തമോ പരിഹാരമോ ഒക്കെയാ ആ നിർദ്ദേശം. ശരിക്കും അതല്ല ശ്രുതി. സഹതാപം വേണ്ട ശ്രുതിക്ക്. അതെനിക്ക് ഒട്ടും ശരിയാവില്ല. അമ്മയെ സജീവേട്ടന് മൂഡ് ഓഫ് ആയിരിക്കുന്നത് കൊണ്ടാ. അല്ലെങ്കിൽ ഞാനിവിടെ ഒച്ചുണ്ടാക്കി നടക്കുമായിരുന്നു. മൂടിക്കെട്ടിരിക്കേണ്ട കാര്യം എന്താ? ആന്റിയെയും അങ്കിളിനെയും കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കേണ്ട ചുമതല മാഷിന്റെയാ. ഇനി അതല്ല, വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. അധികം വിശദീകരിക്കാൻ പോകുമ്പോഴാ പ്രശ്നം. നമ്മുടെ കല്യാണം നടക്കില്ലെന്ന് തുറന്നു പറഞ്ഞാൽ മതിയാവും. ഞാൻ പറയണോ അവരോട്? ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. മാഷ് സെലക്ട് ചെയ്ത വിവാഹ സമ്മാനം അസലായിട്ടുണ്ട്. നല്ല സ്റ്റൈലിൻ നെക്ലസ്. നടക്കാത്ത കല്യാണത്തിന് എന്തിനാ സമ്മാനമല്ലേ? പക്ഷേ അത് ഞാൻ തിരിച്ചു തരില്ല, സൂക്ഷിച്ചു വെക്കും. ഒരുപക്ഷെ ഇനി ഒരിക്കലും എനിക്ക് കല്യാണം ഉണ്ടായില്ലെന്ന് വരും. എന്നാലും ആ സമ്മാനം ഞാൻ സൂക്ഷിച്ചു വെക്കും, വെറുതെ. ഞാനായിട്ടൊരഭിപ്രായം പറയുന്നില്ല. ശ്രുതി തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. സതിയമ്മയുടെ മാനസികാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്ന് ആലോചിക്കാനോ അഭിപ്രായം ചോദിക്കാനോ സതിയമ്മയില്ലാതെ മറ്റാരുമില്ലല്ലോ ഇവിടെ. ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോഴാ ആരും ഇല്ല എന്നുള്ള തോന്നലുണ്ടാവുന്നത്. 2 ദിവസത്തേക്ക് ഈ മ്ലാനത കാണും സതിയമ്മേ, പിന്നെ അതങ്ങ് മാറിക്കോളും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ആളുകൾ മാറിപ്പോകുന്നില്ലേ? പ്രിയപ്പെട്ട എത്രയോ പേര് മൺമറഞ്ഞു പോകുന്നു. പിന്നെയാണ് ഒരു കല്യാണം മാറിപ്പോകുന്നത്. ഒരാലോചന മാറിപ്പോയെന്ന് വെച്ച് ശ്രുതിയുടെ കല്യാണം നടക്കാതിരിക്കുന്നില്ലല്ലോ. അതല്ലേ നമ്മൾ സംസാരിക്കുന്നത് അത്രയും. രേണുകയായിരിക്കും. ഇത് എത്രാമത്തെ തവണയായി വിളിക്കുന്നേ? ആ രേണുകേ, കേൾക്കാം, പറ. ഇല്ല, ഞങ്ങളിവിടെ ഇരിക്കുന്നേ ഉള്ളൂ. സംസാരിച്ചു പറയാൻ ഞാൻ.
ഹരി അവൻ ശ്രുതിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താ? എല്ലാരും ഇവിടെ ഉണ്ട്. ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. വിവരം അറിയാനുള്ള ധൃതിയാ രേണുകയ്ക്ക്. വീട്ടിലിരുന്നിട്ട് സമാധാനം കിട്ടുന്നുണ്ടാവില്ല. നല്ല വാർത്ത കേൾക്കാനുള്ള ആകാംക്ഷ അവക്കേ. ആ, നമ്മൾ അതല്ലേ നേരിട്ട് എന്ന് പറയാൻ പോകുന്നത്. ഞങ്ങൾ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ചായ എടുക്കാം മോനെ. വേണ്ട ആന്റി, എടുത്തു വെച്ചിട്ടുണ്ട്, ചൂടാറിയിട്ടില്ല. വേണ്ടഞ്ഞിട്ടാ. പോകാം മാവ. ആ, 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാവുന്ന. അത് പോരാ, ഓഫീസിൽ നിന്ന് വിളിച്ചു. അത്യാവശ്യമായിട്ട് അവിടെ ഒന്ന് പോണോന്ന്. ഇന്ന് നീ ലീവ് എഴുതി കൊടുത്തതല്ലേ? അത് പിന്നെന്താ? എന്നാലും അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിച്ചാ പോണോ വെച്ചാ. ആ, ഈ സദ്യമ്മോട് എന്തെങ്കിലും തീരുമാനം പറഞ്ഞിട്ട് പോകാവടാ. അത് ശ്രുതി പറയും. ഓ, അങ്ങനെ. ആന്റി, ഞങ്ങളെന്ന് ഇറങ്ങിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് വിളിക്കാം സതിയമ്മേ. ശരി. മോളെ, മോളെ. മോളെ, ഹരിപ്രസാദ് എന്താ പറഞ്ഞത്? ഹരിക്ക് നീ എന്തു മറുപടി കൊടുത്തു? ശ്രുതി. വേണ്ടമ്മേ, എനിക്കിനി കല്യാണമേ വേണ്ട. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? ശ്രുതി, മോളെ. എന്നാലും ഇത് മഹാ കഷ്ടായിപ്പോയി. അതേന്ന്. ഈ സദ്യമ്മ ഒരു പാവം സ്ത്രീയാ. സുമിത്രയെ പോലെയുള്ള തൻ്റെ ഇടവും ഇല്ല. ഭർത്താവ് നേരത്തെ മരിച്ചു. 2 പിള്ളേരും അവർ മാത്രമേ ഉള്ളൂ. ഹരിപ്രസാദ് അവിടെ താമസിച്ചു എന്ന് പറഞ്ഞത് ശരിയാണോ? കഷ്ടകാലത്തിന് അങ്ങനെ സംഭവിച്ചു പോയി എന്നല്ലാതെ വശപശകായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആ, ഹരിയെ സുമിത്രയ്ക്ക് അറിയാമല്ലോ. പിശകായ ഒരു നോട്ടം പോലും അവൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ആ, ശ്രുതിയും അടക്കമുള്ള കൂട്ടത്തിലാ. എന്നിട്ടിപ്പോ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ആരാ? ഹരിയോ അതോ ആ പെണ്ണോ? ആ, അതല്ലേ മനസ്സിലാവാത്തത്. മുടങ്ങിയ കല്യാണം മുടങ്ങി. അതിനെപ്പറ്റി ഓർത്തിട്ട് ഇനിയും കാര്യവുമില്ല. ചെറുക്കൻ കൂട്ടരി ഇനി വന്നാലും ശ്രുതി അടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആ, അഭിമാനമുള്ള കൂട്ടത്തിലാ. ആ, നമ്മൾ മുന്നോട്ട് വെച്ചത് മോശം പ്രപ്പോസലാണോ? 1-ാം തരം പയ്യൻ, ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി. ഹരിപ്രസാദും ആ കുട്ടിയായിട്ടുള്ള കല്യാണം നടത്താൻ മുൻപൊരുങ്ങിയതല്ലേ? പിന്നെ അല്ലേ. 2 കൂട്ടർക്കും തമ്മിലറിയാം. ഹരിയെ മാത്രമല്ല, നന്ദനെ ശ്രുതിക്കറിയാം. അതായത് ഹിഡൻ അജണ്ടകളൊന്നുമില്ല. ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നില്ല എന്ന് ഹരി പറഞ്ഞു. ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. കുറച്ച് കഴിയട്ടെ പോലും. അവന്റെ സ്ഥിരം പല്ലവിയാത്. എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ട് ഞാനും പ്രഭാകരനും കൂടി ആ ഹരിയം കൊണ്ട് തൃശ്ശൂർക്ക് പോയത്. ചെറുക്കനും പെണ്ണിനും തമ്മിൽ സംസാരിക്കാൻ വല്ലതും കാണുമല്ലോ എന്ന് കരുതി. അതിനുള്ള സമയവും കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരിയുണ്ട് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നു, പോകാമെന്നും പറഞ്ഞോണ്ട്. പിന്നെയല്ലേ അറിയുന്നത് കല്യാണം നടക്കില്ല എന്ന്. ആ കുട്ടിയുടെ അമ്മയെ വിളിച്ച് ചോദിച്ചില്ലേ? അതല്ലേ രസം. ശ്രുതി പറയുന്നു പോലും ഇനി അതിന് കല്യാണമേ വേണ്ടെന്ന്.
എങ്കിൽ അവര് തമ്മിൽ സംസാരിച്ച് എന്തോ രസക്കേടുണ്ടായിട്ടുണ്ട്. ടെൻഷൻ മുഴുവൻ രേണുകയ്ക്കും പ്രഭാകരനാ. ഞാനിന്ന് ചെമ്പരിക്കലോട്ട് പോയില്ല. ചെന്നിട്ട് എന്ത് പറയാനാ? എത്ര നാളായി ഒരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിക്കാൻ ഉത്സാഹിക്കുന്നു. ആദ്യം അവൻ ഇടഞ്ഞു നിന്നു. അയാൾ ഇണങ്ങി നിന്നപ്പോൾ സാഹചര്യങ്ങൾ ഇടഞ്ഞു നിൽക്കുന്നു. രേണുകയുടെ കാര്യ കഷ്ടം. പ്രഷറുണ്ട് ശരിക്കും. ഒരാൾ വിചാരിച്ച ഹരിപ്രസാദിന്റെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാവില്ല അച്ചുവേട്ടാ. നന്ദന, എനിക്കങ്ങനെ തോന്നുന്നു. നന്ദനയും ഭർത്താവും വന്ന് ഒരു വട്ടം സംസാരിച്ചതല്ലേ? അത് കഴിഞ്ഞാ ഹരി കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. ഇനി അവർ വന്ന് എന്ത് പറയാന്? ശ്രുതിയെ നന്ദനയ്ക്ക് അറിയാമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഹരിപ്രസാദിനെ ശ്രുതിയെ നന്ദന ഒരുമിച്ച് കണ്ട് സംസാരിക്കണം. അവള് പറഞ്ഞ ഹരിക്ക് എതിർക്കാൻ കഴിയില്ല. നന്ദനയും ഹരിയും ചേർന്ന് പറഞ്ഞ ശ്രുതി അനുസരിക്കാതിരിക്കില്ല. അച്ചുവേട്ടൻ അതിനുള്ള വഴി നോക്ക്. നീലേമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. അയ്യോ, അല്ല സാറായിരുന്നോ? എന്താ നീയ എന്നെ കണ്ടിട്ട് ഞാനാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ പെട്ടെന്ന് ആരോ വഴിതെറ്റി വന്നാണെന്നാ വിചാരിച്ചത്. അത് അമ്മയോട് പറയാൻ വേണ്ടി. അല്ല പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം മനീഷ്. അല്ല സാറിന് അകത്തോട്ടേക്ക്. അമ്മേ, അമ്മേനെ വിളിച്ചോളൂ. അമ്മേ വിളിച്ചോളൂ. വടക്കുന്നാഥാ. അമ്മേ. ഓ അമ്മേ. സാർ. നമസ്തേ സിസ്റ്ററെ. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വന്ന വിവരം മകനോട് പറഞ്ഞില്ലാന്നുണ്ടോ? മനീഷ് അടുത്തിടെ തൃശ്ശൂർ വന്നിട്ട് എന്നെ ഒന്ന് കാണാണ്ട് പോയതെന്താ? ഒന്നുമില്ലെങ്കിലും നമ്മള് പരിചയക്കാരല്ലോ. അതിന് ഞാൻ തൃശ്ശൂർ വന്നില്ലല്ലോ. വന്നല്ലോ. പെങ്ങളുടെയും അളിയന്റെയും കോലോത്ത് മറന്നുപോയോ? ഈ ചെറുപ്രായത്തില് മറവി അത്ര നല്ലതല്ല കേട്ടോ മനീഷേ. ഞാൻ വന്നൊന്നുമില്ല. സാറിനോട് ആരെയും നുണയൊക്കെ പറഞ്ഞേ? കാർത്തിക, ഉദയന്റെ അനിയന്റെ ഭാര്യ നന്ദനയുടെ കോ സിസ്റ്റർ. ഇനിയും സംശയം ഉണ്ടെങ്കിലേ ഞാനേ ഇപ്പൊ കാർത്തികനെ വിളിച്ചു ചോദിക്കാം. മനീഷിനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ പറ്റിയിട്ടേ അപവാദം പറയാൻ പാടില്ലല്ലോ. ചോദിച്ചിട്ട് എന്നെ കാര്യം. നമുക്കേ ഫോൺ അങ്ങോട്ട് സ്പീക്കറിലിടാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കേ കോൺഫറൻസിലിടാം. അതൊന്നും വേണ്ട. ഞാൻ അവിടെ ഒന്നും സംസാരിക്കില്ല. അതെന്താ? ചീപ്പാ. ഞാൻ അവരോടൊന്നും സംസാരിക്കുന്ന പ്രശ്നമില്ല. ഓ ഗുഡ്. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. മനീഷേ, നീ ഇവിടെ പോയി എന്ന് പറയുന്നത് നേരാണോ? ഇല്ലമ്മേ, ഇയാൾ വെറുതെ പറയുന്നതാ. ചിലപ്പോ എന്നെ പോലുള്ള മറ്റാരെങ്കിലും ആയിരിക്കും. കറക്റ്റ്. അതിനെ നല്ല ചാൻസ് ഉണ്ട്. ഇതേ മുഖം, ഇതേ താടി, ഇതേ തടി, ഇതേ ഡ്രസ്, പേരും ഇത് തന്നെ, മനീഷ്. അങ്ങനെ വല്ലവരും അവിടെ ചെന്ന് കാണും. നമുക്കേ ആ സ്റ്റോറിക്ക് ഒരു ബ്രേക്ക് കൊടുക്കാം. ഞാനിപ്പോ വന്നതേ അതിന്റെ തെളിവെടുപ്പിനല്ല. പിന്നെ എന്താ ഉദ്ദേശമെന്ന് സിസ്റ്റർക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ഒരു ചെറിയ അവധി ചോദിച്ചു, ഞാനത് അഗ്രി ചെയ്തു. ഇപ്പൊ അതാ വന്നിരിക്കുന്നു. പണം റെഡിയാണല്ലോ. അതിങ്ങോട്ടെടുത്താൽ എന്റെയും നിങ്ങളുടെയും സമയം ലാഭമുണ്ട്. അതെ, ഏത് പണത്തിന്റെ കാര്യമോ സാറ് പറയുന്നേ? എന്താ? ഏത് വകയില അമ്മ നിങ്ങൾക്ക് പൈസ തരാവുള്ളെന്ന്? അതെ, സാറിന്റെ നമ്പറിന് ഇവിടെ ചെലവാവെന്ന് വിചാരിക്കണ്ട. ഇത് സ്ഥലം വേറെയാ. മനീഷേ, ചുമ്മാ അരിയമ്മേ. മോനെ മനീഷേ, അനിയനെ വെറും ശിശുവാ. കുറച്ചുകൂടി വളരാൻ. ഏതു വകയില എനിക്ക് പൈസ കിട്ടാനുള്ളതെന്ന്, അതിന്റെ പശ്ചാത്തലം എന്താണെന്നും
ഈ നിൽക്കുന്നതിന്റെ അമ്മയ്ക്കറിയാം. ആ 2 ലക്ഷം രൂപ തരണമെന്ന് അവർക്കും വാങ്ങിക്കണമെന്ന് എനിക്കും അറിയാം. അതിന്റെ ഇടയിലേ നിന്റെ വക യാതൊരു ഷോയും വേണ്ട. ഏൽക്കില്ലടാ, ചീറ്റിപ്പോവും. അതെ, നിങ്ങൾ ഈ പറയുന്ന പണം അതിവിടെ ആരും കണ്ടിട്ടില്ല. 2 ലക്ഷം രൂപ ജനൽപ്പടി കൊണ്ട് വച്ചു പോലും. പിന്നെ കേൾക്കുന്ന പാടെങ്കിൽ വിശ്വസിക്കാൻ പോവല്ലേ? ആ അതെ, വച്ചെങ്കിൽ വല്ല തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ പറ, എന്താ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? തെളിവ് വേണോ നിനക്ക്? ആ വേണം. ദേ നിൽക്കുന്നു സുമിത്ര, നിന്റെ അമ്മ. ഇവരാണ് തെളിവ്. ഞാൻ വെച്ച 2 ലക്ഷം രൂപ കണ്ടെന്നും എടുത്തു വെച്ചെന്നും സുമിത്ര സമ്മതിച്ചതാ. ഇനി മാറ്റി പറയാനാണ് ഭാവമെങ്കിലേ നടക്കില്ല. നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നടക്കില്ല എന്ന് തന്നെയാ. അതെ, പേടിപ്പിക്കല്ലേ. മനുഷ്യ മതി. അമ്മയൊന്ന് മാറി നിൽക്ക്. ചെക്ക, ദേ വിളച്ചിലെടുക്കല എന്റെ അടുത്ത്. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? തങ്കപ്പനാശാരിനെ പോലുള്ള ബന്ധുക്കളല്ലേ നീ കണ്ടിട്ടുള്ളോ? ദേ തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു അടി അങ്ങോട്ട് വെച്ച് തന്നാലുണ്ടോ, ഒരാഴ്ച കഴിഞ്ഞേ നീ കണ്ണു തുറക്കൂ.